മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായ കക്കയം ഡാമിലും ഈ മോക്ക് ഡ്രിൽ ഏർപ്പെടുത്തിയിരുന്നു. സൈറൺ മുഴങ്ങിയ ഉടനെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെ എത്തി മോക്ക് ഡ്രില്ലിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും പൂർത്തീകരിച്ചു. അത് വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തു. ഈ കക്കയം ഡാം പരിസരത്തേക്ക് എത്തിയാൽ അത്രയധികം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും സാധ്യമാവാത്ത ഒരു സ്ഥലം കൂടെയാണ്, മൊബൈലുകൾക്കൊന്നും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം കൂടെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത്രയധികം അടിയന്തര ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ അത്ര അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസൊക്കെ ഇവിടെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് മോക്ക് ഡ്രില്ലിന് ഏറെ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയായിരുന്നു കക്കയം ഡാം. ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ മോക്ക് ഡ്രില്ലൊക്കെ പൂർത്തീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള പേരാമ്പ്ര സ്റ്റേഷനിലെ ഓഫീസറായിട്ടുള്ള ഗിരീഷൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പേരാമ്പ്ര സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കക്കയം ഡാം. അപ്പോൾ അവിടെ മോക്ക് ഡ്രിൽ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ മോക്ക് ഡ്രിൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സിനാരിയോ ഫയർ ഫൈറ്റിംഗ് ആണ്. അപ്പം ഏതെങ്കിലും ടെറർ അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു തീപിടുത്തമുണ്ടായാൽ അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും എന്നതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനം കേരളത്തിലെ മൂന്നാമത്തെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം നിലനിൽക്കുന്ന ഒരു ഡാമാണ് ഇത്. അപ്പം ഇവിടെ ഇങ്ങനെ മോക്ക് ഡ്രില്ല് നടത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് ഫയർഫോഴ്സ് ടീം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ അക്കാര്യങ്ങളെല്ലാം നിർവഹിച്ചു എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഈ സൈറൺ മുഴങ്ങിയ ഉടനെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വാഹനവുമായിട്ട് വളരെയധികം വേഗത്തിൽ വരുന്നു. വേഗത്തിൽ വന്ന് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായതായി സങ്കല്പിക്കുന്നു. അങ്ങനെ 2-3 പേർ ചേർന്നുകൊണ്ട് അതിൻ്റെ ഓസെല്ലാം കറക്റ്റ് ക്രമീകരിച്ച് തീയെല്ലാം കെടുത്തിയതിനു ശേഷം തൊട്ടപ്പുറത്ത്, ഇപ്പം അവിടെയാണെങ്കിൽ തീപിടുത്തം ഉണ്ടായതെങ്കിൽ അവിടെ ഒരുപക്ഷെ ഒരുപാട് മനുഷ്യർ വീണു കിടക്കാം. അങ്ങോട്ടേക്ക് കാഷ്വാലിറ്റി സംവിധാനവുമായിട്ട് സ്ട്രക്ചർ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ആളുകളെ എടുത്ത് തൊട്ടപ്പുറത്തേക്ക് ഈ തീയെല്ലാം കെടുത്തിയതിനു ശേഷം തൊട്ടപ്പുറത്തേക്ക് എത്തിച്ച് അവരെ സുരക്ഷിതമാക്കി മാറ്റുക എന്ന പ്രവർത്തനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ മോക്ക് ഡ്രില്ലിലൂടെ ഇവിടെ കാണിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഏറ്റവും പ്രശ്നമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രവർത്തനം നടത്താം എന്നതുകൂടിയാണ് അവർ കാണിച്ചത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.